മാസ് തെരച്ചിൽ യുവജന സന്നദ്ധ സംഘടനകളും അതുപോലെ NDRF, SOG, ഫയർ, റാപ്പിഡ് റെസ്പോൺസ് ടീം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെ എല്ലാവരും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ഫുൾ സ്ട്രെച്ച് പരിശോധന ഇന്ന് മീനാക്ഷി പുഴയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തത്. ഇതിൻ്റെ ഈ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഇത് വന്നിട്ടുള്ള അതിൻ്റെ ഫസ്റ്റ് ഏരിയ മുതൽ താഴെയുള്ളതായിരിക്കുന്ന ഏരിയ വരെ പരമാവധി ക്ലിയറായി പരിശോധിക്കാനുള്ള സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ഓരോ ടീമിനുള്ളതായിരിക്കുന്ന ഏരിയ ഓൾറെഡി ഇപ്പോൾ തന്നെ ഡിമാർക്കേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കരയുടെ രണ്ട് കരഭാഗങ്ങളും അതുപോലെ മണ്ണ് വന്നടിഞ്ഞ് ബോഡിയുടെ മേലെ മണ്ണ് വന്നോ എന്നുള്ള സംശയം, അതുപോലെ ചെറിയതായിരിക്കുന്ന പാറകളും കഷ്ണങ്ങളൊക്കെ വന്നോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലുള്ളൊരു പരിശോധന, സമഗ്രമായിട്ടുള്ളൊരു പരിശോധന എല്ലാ ഭാഗത്തും ഒരുമിച്ച് നടക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. മേലെ ഭാഗത്തുള്ളതായ വീഡിയോ നോക്കിയതിന് ശേഷമുള്ള അസസ്മെൻ്റ് അനുസരിച്ചുള്ള പരിശോധന അതിപ്പോഴും തുടരുകയാണ്. ഇന്ന് ഈ സമഗ്രമായിട്ടുള്ള പരിശോധനയിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അതോടുകൂടി നമുക്ക് നമ്മുടെ വിഷമവും പ്രയാസവും ദൂരീകരിക്കാൻ സാധിക്കും എന്നാണ് പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇവിടെ കിട്ടിയിട്ടുള്ള CCTV ഉൾപ്പെടെയുള്ള എല്ലാ വീഡിയോസും NDRFൻ്റെയും അതുപോലെ പോലീസിൻ്റെയും ഒക്കെ പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇവിടെയുള്ള ജീവനക്കാരെ വെച്ചിട്ടുള്ള പരിശോധനകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള നിഗമനമാണ് ഓരോ സ്ഥലത്ത് പരിശോധന കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഭാഗങ്ങളുടെ പരിശോധന, ഇന്നിപ്പോൾ പുഴയുടെ പരിശോധന നല്ല രീതിയിൽ നടക്കുന്നതോടൊപ്പം തന്നെ ഈ കുളത്തിൻ്റെ മേലെ ഭാഗത്തുള്ളതായിരിക്കുന്ന പരിശോധനയും അതുപോലെ അവിടെ കൂട്ടിയിട്ടതായിരിക്കുന്ന കുറേ ഇരുമ്പിൻ്റെ റോഡ്സും മറ്റുമുണ്ട്. അപ്പോൾ അതടക്കമാണ് ഇങ്ങോട്ട് ഒഴുകി പോന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗം ഉൾപ്പെടെ മൊത്തം പരിശോധിക്കാനുള്ള, അതിന് തൊട്ടടുത്താണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ള, ജീവനക്കാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ അതുൾപ്പെടെ എല്ലാം പരിശോധിക്കാനാണ്, ഏരിയ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കും. അതിൻ്റെ വിദഗ്ധ സംഘം വരുന്നതിൻ്റെ സമയം അറിയിച്ചിട്ടില്ല. സ്വാഭാവികമായി പെട്ടെന്നുണ്ടാവും എന്നാണ്.